ഞാൻ ആ ഉടുപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് അടിച്ച് മറിച്ചിടുക. സ്ക്വയറാണ്, അപ്പോൾ ഇത് കട്ടിയുള്ളത് കൊണ്ടാണ് ഞാൻ സ്ക്വയർ പീസ് ഇങ്ങനെ എടുത്തേക്കുന്നത്. ഇങ്ങനെ മറിച്ചിട്ട് കണ്ട നന്നായിട്ട് അടിച്ചെടുക്കുക. നിങ്ങൾക്ക് പിൻ ചെയ്യണമെങ്കിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ ഷോൾഡർ തമ്മിൽ കൂട്ടുന്നത്, ഇതിപ്പോൾ ഇങ്ങനെയാണ് തുണി ഇട്ടേക്കുന്നത് കൊണ്ട് കേട്ടോ. ഈ നല്ല വശം അങ്ങോട്ട് ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചിട്ട് കണ്ട ഈ രണ്ട് പീസ് കൂടി ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഇങ്ങോട്ടടിക്കുക. ഇതും അതുപോലെ തന്നെ. അപ്പോൾ ഈ പോയിന്റ് കറക്റ്റ് ആയിരിക്കണം. പോലെ ഈ വശം അടിക്കും. അതിന് ശേഷമേ നിങ്ങൾ പുറത്തൂടുള്ള ഒരു അടിയുണ്ടല്ലോ, ആ സ്റ്റിച്ച് കൊടുക്കുന്നത് ഇതിന് ശേഷമായിരിക്കണം. ഈ പോയിന്റ് രണ്ടുമാണ് നമുക്ക് കറക്റ്റായിട്ട് വരേണ്ടത്. കണ്ട ഇങ്ങനെ ഇരിക്കും നമ്മൾ അങ്ങനെ അടിച്ചതിന് ശേഷം. കണ്ട അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുറ്റിനും ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്താൽ മതി. ഓക്കെ. ഇനി നമുക്ക് താഴത്തെ പീസ് ചുരുക്കിട്ട് അതിൽ പിടിപ്പിക്കണം. ചുരുക്കിടുന്നതിന് മുമ്പ് ഇതിന് ലൈനിങ് ഒക്കെ വേണമെങ്കിൽ ലൈനിങ് ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ ചുരുക്കിട്ടതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് പീസുമായിട്ട് ജോയിൻ ചെയ്യണം. നമുക്ക് ഇങ്ങനെയാണ് ചുരുക്ക് വരേണ്ടത്. കണ്ടോ? ഇത് നമ്മൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇതിന് ചുരുക്കിട്ടെടുക്കുക. ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ചുരുക്കിട്ടെടുക്കാൻ തുണി. ലൈനിങ് ഉള്ളതാണ്, ലൈനിങ് ഇട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വേണം ചെയ്യാൻ. ബാക്ക് ഫുൾ ഓപ്പൺ ഇട്ട് കൊടുക്കുന്നെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. അതല്ല കുറച്ച് മാത്രം ഫുൾ ഓപ്പൺ ആയി, കുട്ടികൾക്കെല്ലാം ഫുൾ ഓപ്പൺ ആണ് എപ്പോഴും നല്ലത്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇല്ലെങ്കിൽ അത് ഭയങ്കര വിഷമമായിരിക്കും അതുങ്ങൾക്ക് ഇടാനായിട്ട്. അപ്പോൾ ഫുൾ ഓപ്പൺ ആണ് എപ്പോഴും നല്ലത് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. ചുരുക്കും ഇതുമൊക്കെ ആയിട്ട് വെച്ച് അടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചടിക്കണം. ബാക്കിൽ നമ്മൾ സെൻറ്ററിലായിട്ട് ഒരു 2 ഇഞ്ചോ 1.5 ഇഞ്ചോ അല്ല ഇങ്ങനെ ഇത്രയും സ്പേസ് വിട്ട് കൊടുക്കണം. എന്നാലേ നമുക്ക് ഫുൾ ഓപ്പൺ ഇടുമ്പോഴേക്കും ആ ചുരുക്കിട്ട് കഴിഞ്ഞാൽ ചെയ്യുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ടാണ് കേട്ടോ. ഇതുമായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടില്ലാതിരിക്കും. ഇത് ഫ്രണ്ടാണ്, ഇത് ബാക്ക്. ഇതുപോലെ അടിച്ചിട്ട് ഇനി ബാക്കിൻ്റെ സെൻറ്റർ ഞാൻ സ്പേസ് വിട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ നേരെ കട്ട് ചെയ്യാം. ഇത് ഫുൾ ഓപ്പൺ ആയിട്ടാണ്. നിങ്ങൾക്ക് കുറച്ച് ഓപ്പൺ മതിയെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഓക്കെ. നമുക്ക് കട്ട് ചെയ്യാം.
ബാക്ക് പീസ് ഇങ്ങനെ നമ്മൾ ഓപ്പണിങ് റെഡിയാക്കിയിട്ടുണ്ട്. കണ്ട വെച്ചു. ഇനി ക്രോസ് പീസ് വെച്ച് കൈ അടിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണല്ലോ കൈ, കണ്ട ക്രോസ് പീസ് വെച്ച് കൈ അടിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ചുരുക്കിട്ട് ഇട്ടാൽ മതി. അപ്പോഴായിരിക്കും ഭംഗി വരുന്നത്. ഓക്കെ, ഇത് നമുക്ക് സ്ലീവിന് ചുരുക്കിടാനുള്ള തുണിയാണ്. ഫ്രില്ലിടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ചുരുക്കിടുന്നത് എങ്ങനെയാണെന്ന്. അതായത് നമ്മുടെ സ്ലീവിന്റെ ചുറ്റളവ്, അതായത് ആം ഹോളിന്റെ ചുറ്റളവ് നോക്കിയിട്ട് അതിന്റെ 3 തുണി എടുത്തിട്ടാണ് നമ്മൾ ഫ്രില്ലിടുന്നത് തന്നെ. അപ്പൊ അതിന്റെ അളവ് നോക്കി, ഇതിപ്പോ ഞാൻ 2ആയിട്ട് മടക്കിയിട്ടേക്കുക. അപ്പൊ സെന്ററിൽ വരേണ്ടത് 3.5 ഇഞ്ചാണ്. 3.5. ഇവിടെ വരേണ്ടത്, അറ്റത്ത് വരേണ്ടത് 1 ഇഞ്ച് വേണം. 1 ഇഞ്ച്. അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാലേ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. നമ്മള് സ്ലീവിന് ഫ്രില്ലിടുന്നത്, ചുരുക്കുകൾ ഇടുന്നത് ഇതിന്റെ സെന്റർ കാണുക. ഇതിന്റെ സെന്റർ എടുക്കുക. ഇതിന്റെ സെന്റർ നമുക്ക് ഷോൾഡറിന്റെ ഭാഗം ഉണ്ടല്ലോ, എടുത്തിട്ട് ആ സെന്റർ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി, തയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിൻ ചെയ്തിട്ട് നമ്മൾ ഈ അറ്റം വരുമ്പോ ഇവിടം വരെ ഉണ്ടല്ലോ, അപ്പൊ ഈ അറ്റം വരുമ്പോ അറ്റം വരെ പോണമെന്നില്ല. വരുമ്പോ ഈ അറ്റം ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് വെച്ച് വേണം അടിക്കാൻ. അതായത് ഇതുമായിട്ട് ലയിപ്പിച്ച് കളയണം. അങ്ങനെ വേണം അടിച്ചു പോരാൻ കേട്ടോ. സ്ലീവിന് ചുളിവുകളൊക്കെ ഇട്ട് അടിച്ചു. ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ചാണ് അടിക്കേണ്ടത് കേട്ടോ. 2 ക്രോസ് പീസ് വെച്ചിട്ട് 2 സൈഡിലും അടിക്കുക. ക്രോസ് പീസ് വേണമെങ്കിൽ 2ആയിട്ട് മടക്കുക. അതല്ല ഒറ്റ പീസിലാണ് എടുക്കുന്നതെങ്കിൽ അതിന് പിന്നെ 2ആയിട്ട് മടക്കി വേണം വയ്ക്കുക. ഇതിപ്പോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ ഈ ക്രോസ് പീസ് വെച്ച് അടിച്ചതിന് ശേഷം ഇത് അടിക്കേണ്ടത് ഇതണ്ട, ഇത് നല്ല വശം, ഇത് ചീത്ത വശത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ ഫ്രില്ലില് ഇങ്ങനെ നമ്മുടെ സ്റ്റിച്ചിങ് വരരുത്. ആ വരാത്ത രീതിയിൽ വേണം ചെയ്യാൻ. ഇനി ഇതിന്റെ സൈഡ് അടിക്കുക. 2 സൈഡും അടിച്ച് താഴെയും കൂടെ അടിച്ച് കഴിയുമ്പോൾ ഉടുപ്പ് റെഡി. നമ്മുടെ ഉടുപ്പ് റെഡി ആയി കഴിഞ്ഞു. ഇതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് തയ്ച്ച് നോക്കുക. ഇനി ഞാൻ അടുത്ത ഉടുപ്പായിട്ട് വീണ്ടും വരാം. അതുവരെ ഇതുപോലെ തന്നെ എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം.